കുട്ടേട്ടൻ 40 വർഷത്തിലധികമായി കുട്ടേട്ടൻ്റെ കടയിലെ ചായയുടെ വില 1 രൂപയാണ്. രണ്ടാളെ ചായ കുടിക്കുള്ളൂ, ഒരാൾ ചായ കുടിക്കില്ല. അയാളുടെ ചായ കുടിക്കാത്തതിന്റെ കാരണം ഇങ്ങനെയാണ് കുട്ടേട്ടൻ. എന്താണ് കുട്ടേട്ട, സാധനങ്ങൾക്കൊക്കെ വിലയായല്ലോ, ഇനിയും ചായക്ക് വില കൂട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിനും കുട്ടേട്ടനൊരു ഉത്തരമുണ്ട്. ഇപ്പം എല്ലാ സാധനത്തിനും വില കൂടുതൽ. ആ വില കൂടുതലുകൊണ്ട് നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങും. ഈ വില കൂടിയ സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാനല്ല. മണ്ണെണ്ണ സ്റ്റൗവിൽ സമാവർ വെച്ചുണ്ടാക്കുന്ന ചായ ഒന്നിന് 1 രൂപ, ചായക്കും കടിക്കും ചേർത്ത് 10 രൂപ. ഒരു 10 റുപ്പീസ് പാക്കേജ്. അതാണ് കുട്ടേട്ടൻ്റെ കട. പാളയം മാരിയമ്മൻ കോവിലിനടുത്താണ് കുട്ടേട്ടൻ്റെ ഈ ചായപീടിക. സ്ഥിരം സന്ദർശകരാണ് കുട്ടേട്ടൻ്റെ സമ്പാദ്യം. അതിൽ തലമുറകളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല. 70 കഴിഞ്ഞ കുട്ടേട്ടൻ പണ്ട് പൊതുപ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ചായ കച്ചവടവും ഒരു പൊതുപ്രവർത്തനമാക്കി മാറ്റി. 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്നതാണ് കുട്ടേട്ടൻ്റെ കുടുംബം. കുട്ടികൾ രണ്ടാളും പഠിക്കുക. ഒരാൾ മൂത്ത കുട്ടി ആതിര B.Ed പഠിക്കുകയാണ്, ഇളയ മകൾ ഭദ്ര ഡിഗ്രിക്ക് പഠിക്കുകയാണ്. രണ്ടാളും കോഴിക്കോട് തന്നെ. ഇതുവരെ അല്ലലില്ലാതെയാണ് കഴിഞ്ഞു പോയത്. ഇനിയും അങ്ങനെ തന്നെ കടന്നു പോകുമെന്ന പ്രത്യാശയും കുട്ടേട്ടനുണ്ട്. കുട്ടേട്ടൻ്റെ തന്നെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം എന്നുള്ളതൊക്കെ ആളുകൾ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്താണ്. ആ ബന്ധത്തിനാണ് കുട്ടേട്ടൻ വില നൽകുന്നത്. കുട്ടേട്ടൻ്റെ മൂല്യം എന്ന് പറയുന്നത് ആളുകൾ തമ്മിലുള്ള സൗഹൃദത്തിനാണ്. കുട്ടേട്ടൻ്റെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് നമ്മൾ പിരിയുകയാണ്. ചായ മോന്തി തീർക്കണം, എൻ്റെ നോവുന്ന കൊണ്ടുവന്ന കമ്പിളി പുതക്കണം, ജോലിലൊന്നുറങ്ങണം, തീർത്തുറങ്ങണം.